അയ്യോ മതി മതി, വയറ് നിറഞ്ഞ് പൊട്ടാറായി. ഇങ്ങനെ പോയാൽ കുറച്ചു ദിവസത്തിനകം ഞാനൊരു ഉണ്ണിക്കൊടവയറായി മാറും. അതിന് വാസോട്ടൻ അധികം ഒന്നും കഴിച്ചില്ലല്ലോ. ഉണ്ണിക്കൊടന്റെ ഉടനെ ചേച്ചിക്ക് വരുമെന്നോ എന്റെ പേടി. തിടുക്കത്തിലായതുകൊണ്ട് കറികളൊന്നും നന്നായിട്ടുണ്ടായി. എല്ലാം നന്നായിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം ഇന്നാ ഇത്രയും നല്ലൊരു ഊണ് ഞാൻ കഴിക്കുന്നത്. ആ പിന്നെ അമ്മേ, എനിക്ക് നാളെ തന്നെ പോണം. നാളെ തന്നെ പോവേ? കല്യാണം കഴിഞ്ഞ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ഒക്കെ. ചടങ്ങൊന്നും സാരമില്ല, നാളെ തന്നെ ഓഫീസിൽ കയറണം. കല്യാണത്തിന് കുറച്ച് ലീവ് എടുത്തതാ. വേണമെങ്കിൽ ഉണ്ണിമായ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. എന്നാ ഞാനും വരാം. വാസോട്ടൻ തനിച്ചല്ലേ ഉണ്ടാവും? ഇവിടുന്ന് പോയിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പേ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ വാസോട്ടൻ പോയി വരട്ടെ. ചേച്ചി ഇവിടെ നിൽക്കൂ. അതല്ല ശ്രീകുട്ടി, ഞാനില്ലെങ്കിൽ വാസോട്ടന്റെ ഒരു കാര്യം നടക്കില്ല. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ചേച്ചി ചെല്ലുന്നതിന് മുമ്പ് ഇത്രയും കാലം വാസോട്ടൻ എങ്ങനെ കഴിഞ്ഞു? നീ ഒന്ന് വായ അടയ്ക്കുന്നുണ്ടോ? ഈ ബസ് കാത്ത് ഇപ്പൊ ദുസ്സഹമാണ്. ഒരു ബൈക്ക് വാങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഒരെണ്ണം വാങ്ങുന്നത് നല്ലതാ. പക്ഷെ ഇന്ധന ചെലവിന്റെ കാര്യം ഓർക്കുമ്പോഴാ വാങ്ങിപ്പോയാ പിന്നെ എവിടെ പോകാനും അതില്ലാതെ പറ്റില്ല. എന്നാലും ഒരെണ്ണം വാങ്ങാല്ലേ? ഉണ്ണിയും പുറകെ കയറ്റി ഗട്ടറുള്ള റോഡിലൂടെയുള്ള യാത്ര വളരെ രസകരമായി. അതെന്താ? അല്ല, ഈ കുണ്ടിലും കുഴിയിലും വീഴുമ്പം വീഴാതിരിക്കാൻ വേണ്ടി ഉണ്ണി പുറകെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പം അതോർത്ത് പറഞ്ഞാ. അത് നമ്മുടെ സ്വപ്നയല്ലേ? കല്യാണം കഴിഞ്ഞെന്നാ തോന്നണേ. വാ. അല്ല, തൽക്കാലം ബൈക്ക് മതി. അംഗങ്ങൾ കൂടി കൂടി വരുമ്പം സാവകാശം നമുക്ക് കാറാക്കാം. സ്വപ്നേ, രണ്ടുപേരും കൂടി എവിടെ പോന്നിക്ക? ഇപ്പൊ ട്രൂപ്പിലൊന്നും പോകുന്നില്ല അല്ലേ? ഇല്ല. സ്വപ്ന പോന്നെ പിന്നെ രാജസേന മാഷിന് കഷ്ടകാല. സ്വപ്നയോ? ആ, ഞങ്ങളുടെ ട്രൂപ്പിൽ സ്വപ്നസുന്ദരി എന്ന ബാലയിലെ ഹീറോയിൻ ആയിരുന്നു സ്വപ്ന. ഏതായാലും സ്വപ്ന കല്യാണം അറിയിക്കാതെ ശരിയായില്ല കേട്ടോ. വരട്ടെ. എന്താ വാസേട്ടാ? എന്ത് പറ്റി വാസേട്ടാ? നിന്റെ ശരിക്കുള്ള പേര് ഉണ്ണിമായെന്നോ അതോ സ്വപ്നയെന്നോ? നീ ബാലെ ട്രൂപ്പിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ആ വിവരം എന്തുകൊണ്ടാ പറയാതിരുന്നത്? ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ പറഞ്ഞതല്ലേ. നൃത്തം പഠിച്ചു എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല മോഹിനിയാട്ടോ ഭരതനാട്യമോ ആയിരിക്കുന്നു. അതൊക്കെയാണ് വലിയ വീട്ടിലെ പെൺകുട്ടികൾ പഠിക്കുന്നത്. അതുപോലെയാണോ ബാലെ? ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ തന്നെ ഞാനും പഠിച്ചിട്ടുള്ളത്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഞാൻ പഠിച്ച കല തൊഴിലാക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ചീത്തയായിട്ടൊന്നുമില്ല. അച്ഛൻ സുഖമില്ലാതെ ആശുപത്രിയിലായപ്പോഴും മരിച്ച ശേഷവും അറിയാവുന്ന ഒരു തൊഴിൽ ചെയ്തു. ആ തെറ്റാണോ? ഇതിനൊക്കെ നേരത്തെ എന്നോട് പറയാറുന്നില്ല. മനഃപൂർവ്വം പറയാതിരുന്നതല്ല. എല്ലാം വാസോട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുന്നു കരുതി. ആ ട്രൂപ്പിലെ പെണ്ണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ചോദിച്ചു എന്ന് കരുതി ഇത്രയ്ക്ക് അങ്ങ് ഫീലിംഗ് ആയോ? നിന്റെ വാസോട്ടനല്ലേ ചോദിച്ചത്, വേറെ ആരും അല്ലല്ലോ. ഒന്ന് ചിരിച്ചേ. ഈ വെളുത്ത കവിളില് കണ്ണുനീര് വീണ് നനയുന്നത് കാണാൻ ഒരു ചന്തവും ഇല്ല. ചിരി. ഒന്ന് വേഗം ആവട്ടടാ മരങ്ങോടൻ. 4 മണിക്കൂറായല്ലോ നീ തൊട്ട് ചരണ്ടാൻ തുടങ്ങിയിട്ട്. അതങ്ങോട്ടിട്. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമില്ലെങ്കിൽ എന്താ? ഞാനല്ലേ അനുഭവിക്കേണ്ടത്, നീ അല്ലല്ലോ. അവിടെ നിന്നാടാ. നീ ഇവളെയും കൂട്ടി ഇന്നലെ വരാന്ന് പറഞ്ഞല്ലേ പോയത്? കല്യാണം കഴിച്ചത് എന്തിനാ? അച്ചിപ്പെട്ട് പോയി പൊറുക്കാനാ? അച്ചിയോടുകൂടി പൊറുക്കാൻ വേണ്ടിയാണല്ലോ കല്യാണം കഴിക്കുന്നത്. നിർമ്മലയുടെ കല്യാണം കഴിഞ്ഞിട്ട് അവളും ദാസനളയും കൂടി എത്രാം ദിവസം ഇവിടുന്ന് പോയത്? നിർമ്മലെ പോലെ വല്ലോ ആണോ അവള്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എപ്പോഴും വീട്ടിലേക്ക് ഓടിപ്പോകാനൊന്നും വിചാരിക്കണ്ട. ഇവിടെ ഊർന്നത് കുടുംബത്ത് കൊണ്ടുപോയി ചെലവാക്കാന്നായിരിക്കും. ഞാൻ കെട്ടുന്നതിന് മുമ്പ് അവരവിടെ പട്ടിണി കിടക്കായിരുന്നില്ലേ? ഒരു സർക്കാർ ഗുമസ്തന് കിട്ടുന്ന നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് ഇവിടുത്തെയും അവിടുത്തെയും കാര്യങ്ങളൊക്കെ നോക്കാൻ കൊച്ചി രാജാവിന്റെ കൊച്ചുമോനൊന്നുമല്ല ഞാൻ. നിന്നോട് സംസാരിക്കണമെങ്കിലേ എന്റെ 2 കയ്യിലും വടി വേണം. പിന്നെ എന്തൊക്കെ വെളിവുകേടാ അമ്മയെ വിളിച്ചു പറയുന്നത്? അമ്മയ്ക്ക് മറവും തിരിവൊന്നുമില്ല. ഉള്ളതുപോലെ പറയുന്ന നിനക്കറിയില്ലേ? അമ്മയല്ലേ, സാരമില്ല. വാ, എനിക്ക് ഉടനെ ഒന്ന് പുറത്തു പോകണം. വരുമ്പോ എന്താ എന്റെ ഉണ്ണിക്ക് വാങ്ങിക്കൊണ്ട് വരേണ്ടത്? ഒന്നും വേണ്ട, നേരത്തെ എത്തിയാ മതി. രാവിലെ ഞാൻ ശരിക്കും പേടിച്ചു പോയി. വേനൽ മഴ പോലെ വാസോട്ടന്റെ ദേഷ്യം. ഇപ്പൊ ശാന്തമായി. ആ, ശാന്തമായി അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. പിന്നെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയ. അപ്പോഴേ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ബാലയില് തൊട്ടഭിനയൊക്കെ ഉണ്ടോ അതോ അകന്നു നിന്നുള്ള ഏർപ്പാടേ ഉള്ളൂ? എനിക്കിതിനെ പറ്റി വലിയ നിശ്ചയമില്ലാത്തോണ്ട് ചോദിക്കുക. ഞാൻ ആകെ ഒരു ബാലെ ട്രൂപ്പിലേ പോയിട്ടുള്ളൂ. അതില് തൊട്ടഭിനയൊന്നുമില്ല, നൃത്തങ്ങളായിരുന്നു കൂടുതലും. എന്നും രാത്രിയാണല്ലേ പ്രോഗ്രാം? അതെ. ഉണ്ണി തനിച്ചാണോ പോകുന്നത്?
വീടിനടുത്തുള്ള മൊല്ലാക്കുന്നൊരാള് കൂടെ വരുമായിരുന്നു. മൊല്ലാക്കയോ? മുസ്ലിങ്ങൾ ബാലയ്ക്ക് പോകും, അതും മൊല്ലാക്കമാര്? ബാലയ്ക്ക് വരുന്നതല്ല, അച്ഛന്റെ കൂടെ കഥകളിക്ക് പാടാൻ പോകുന്ന ആളാ. അച്ഛനും വയ്യാതായപ്പോ എനിക്കൊരു തുണയായി വന്നേ ഉള്ളൂ. ഈ കലാമണ്ഡലം ഹൈദരാലി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കഥകളി പാട്ടുകാരൻ മൊല്ലാക്ക. കൊള്ളാം. ഓ, അമ്മയായിരിക്കും ശല്യപ്പെടുത്താനായിട്ട്. അളിയനെന്താ വേണ്ടത്? നിന്നെ ആ കണ്ണോത്ത് രാമനാഥൻ വിളിച്ചിരുന്നു. എന്താ വിശേഷം? അയാള് നാളെ രാവിലെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്, നിന്നെ നിന്റെ ഭാര്യയും കാണാൻ. സ്റ്റോപ്പ് ഇവിടെ തന്നെ. എത്രയായി? 10 രൂപ. യു ടേക്ക് ഇറ്റ് ഈസ് പോളിസി. ദിസ് ഈസ് 20 rupees. ബാലൻസ് യു ടേക്ക് ഓഫ്. എടുത്തോ. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. ഐ ആം ജിയോപാൽ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആന്റി. അമ്മയെ എന്നെ അണ്ടർസ്റ്റാൻഡ് ആയില്ലേ? ഐ ആം ഗോപാൽ, ജിയോപാൽ. ഓ, നമ്മുടെ ഗോപാലനല്ലേ നീയേ? ആളെ മനസ്സിലായില്ലോടാ എനിക്ക്. കൊറേ നാളായില്ലേ കണ്ടിട്ടേ. അത് ഗ്ലാമർ കൂടിയത് കൊണ്ടാ അമ്മായിക്ക് മനസ്സിലാവാഞ്ഞത്. അമ്മായിക്കെന്നല്ല, ഇപ്പൊ ആർക്കും എന്നെ കണ്ടാ മനസ്സിലാവില്ല. ഗ്ലാമർ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇത് നമ്മുടെ കോവാലനല്ലേ? വാസോട്ട, എന്നെ വെറും കോവാലനാക്കി ചീപ്പാക്കരുത്. ഞാനിപ്പോ ജിയോപാലാണ്. ജിയോ പാലോ ടിനോ പാലോ, നിന്നെ ഞാൻ കോവാലാന്നേ വിളിക്കൂ. വാസോട്ട, ഞാനിപ്പോ എന്റെ പേര് മാറ്റിരിക്കുക, ജിയോപാൽ എന്നാക്കിയിരിക്കുക. സ്നേഹമുള്ളവരെന്നെ പാലെന്ന് വിളിക്കും. അയ്യടാ, നിനക്കാളെ മനസ്സിലായില്ലേ? അച്ഛന്റെ ഒരു പെങ്ങള് പാങ്ങാപ്പാറ താമസമുണ്ട്, സരസ്വതി അമ്മ. അവരുടെ കടിഞ്ഞൂൽ പൊട്ടനാണ് ഈ സാധനം. ചെറുപ്പത്തിൽ ഇവൻ പൊട്ടനായിരുന്നെന്നാ എല്ലാരും കരുതിയത്. 5 വയസ്സ് വരെ കമാന്നൊരു അക്ഷരം മിണ്ടില്ലായിരുന്നു. മോക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ഇവന്റെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മായി, ദയവ് ഫ്ലാഷ് ബാക്ക് പറഞ്ഞ നാറ്റിക്കരുത്. ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകേണ്ടവനാ ഞാൻ. വല്ല പത്രക്കാരും വന്ന് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഇതൊക്കെ വിളമ്പി എന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുത്. ഓ, അത് മറന്നു. ആള് വലിയ നടനാ, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുക. പക്ഷെ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആഹാ, ഇതാരേ? നീ ഇത്രയും കാലം എവിടെ ആയിരുന്നടാ? ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലോ? ചെന്നൈ അല്ലേ ഏട്ടാ, കോടമ്പക്കം ടു മദ്രാസ്. അവിടെ ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഏത് സിനിമയിലാണ് അഭിനയിച്ചത്? കടലോരം. കടലോരത്തിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് വരെ ചെയ്യാൻ കഴിയാത്ത ഒരു അപൂർവ വേഷം ഞാൻ ചെയ്തു. എന്റെ ഭാവാഭിനയം കണ്ട് കാണികൾ കോരിത്തരിച്ചു. എന്ത് വേഷം? നായകനായിട്ടാണോ? നായക വേഷമല്ല, പക്ഷെ നായക പ്രധാനമുള്ള കഥാപാത്രമാണ്. വില്ലനാണോ? നോ, വില്ലൻ വേഷന്റെ പട്ടിയെയും. നിന്റെ പട്ടി അഭിനയിച്ചു. എന്താ ചേട്ടത്? മനോഹരമായ ഒരു കടൽ തീരം. അവിടെ കടലിൽ ദിവസങ്ങൾ പഴകി തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ചീഞ്ഞഴുകി ശവം കിടക്കുന്നു. ആ നാറ്റവും സഹിച്ചോണ്ടാണോ നീ അഭിനയിച്ചത്? അല്ല ചേട്ടാ, ആ ശവമായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. വരൂ. ഞാൻ വരുന്നത് കാരണം ലീവ് എടുത്തു അല്ലേ? അതെ. അങ്ങനെ താനൊന്ന് ലീവ് എടുത്ത് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. എന്നാലും രാമേട്ടൻ ഞങ്ങളുടെ കല്യാണത്തിന് വരായിരുന്നു. സത്യം പറഞ്ഞാൽ തന്റെ കല്യാണത്തിന് കൂടണമെന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു, തരായില്ല. ഒരു ഉത്തരേന്ത്യൻ പര്യടനവുമായിട്ട് പോയതാ. അവിടെ ഒരു കഥക് ഡാൻസ് ഗ്രൂപ്പുമായിട്ട് കൂടി. അങ്ങനെ പലയിടത്തും കറങ്ങി. കൂട്ടത്തിൽ കാശിയും ഹരിദ്വാറിലും പോയി. വല്ലാത്തൊരനുഭവമാണത്. അപ്പൊ രാമേട്ടൻ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തുടങ്ങിയോ? ഭൗതിക ജീവിതം മടുത്തു, ഇനി അല്പം ആത്മീയാവാന്ന് കരുതി. അമ്മയില്ലേ ഇവിടെ? ആരുമില്ല. അമ്മയും നിർമ്മലയും ചേട്ടനും ഏടത്തിയൊക്കെ ശ്രീധരമാമയുടെ മോളുടെ കുട്ടിയുടെ ചോറൂണിന് ഗുരുവായൂർക്ക് പോയിരിക്കുക. ശ്രീധരമാമ ഭാഗ്യവാനാ. തന്റെ വാമഭാഗത്തെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ല. ഇപ്പൊ വിളിക്കാം. ഉണ്ണി, ഇതാണ് എന്റെ ഭാര്യ ഉണ്ണിമായ. ഞാൻ പറയാറില്ലേ, ആ രാമേട്ടനായത്. ഇന്നലെ രാത്രി വന്നപ്പോ ഏറെ വൈകി. ഇന്ന് വൈകിട്ട് ഞാൻ മദ്രാശിക്ക് പോവും. കുറച്ച് ദിവസം കഴിഞ്ഞേ മടക്കമുള്ളൂ. അവിടെ കലാക്ഷേത്രയുമായി ചേർന്ന് ചില പരിപാടികളൊക്കെ ഇട്ടിരിക്കുക. പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കണ്ടുപോകാന്ന് കരുതി. രാമേട്ടൻ സ്ഥിരം യാത്രയാണല്ലോ, ഓരോരോ ദേശങ്ങൾ ചുറ്റിക്കാണുന്നത് ഒരു അനുഭവം തന്നെയാവുമല്ലേ? ഇതൊരു തരം ദേശാടനമാണ് വാസു, അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്ര. ഗാർഹസ്ഥ്യം കഴിഞ്ഞില്ലേ, ഇനി വാനപ്രസ്ഥമാവാം. ഏതായാലും ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. ഞങ്ങളുടെ കല്യാണത്തിന് നഷ്ടപ്പെട്ട സദ്യയുടെ കുറവ് ഇന്ന് തീർത്തുകളയാം. വേണ്ട വാസു,
എനിക്ക് വേറെ ചില ഇടങ്ങളിൽ കൂടി കയറാനുണ്ട്. എങ്കിൽ ചായ എങ്കിലും കുടിക്കണം. നീ ചായ എടുക്ക. വേണ്ട, ഞാനിവിടുത്തെ അതിഥിയൊന്നും അല്ലല്ലോ. പിന്നെന്തിനാ വേണ്ടാത്ത ഈ ഉപചാരങ്ങളൊക്കെ? ഇതെന്റെ ചെറിയൊരു ഉപഹാരം. ഹരിദ്വാറിലെ സിന്ദൂരം. ഹരിദ്വാറിലെ സിന്ദൂരം സീമന്തരേഖയിലാണ് ഞാൻ ദീർഘസുമംഗലിയായിരിക്കുമെന്നാണ് വിശ്വാസം. ദാ വാങ്ങിച്ചോളൂ. നിങ്ങൾ രണ്ടാളും കൂടി വീട്ടിൽ വരണം. സന്തോഷം. ഉടനെ അല്ല, ഞാൻ മടങ്ങി വന്നിട്ട്. എന്റെ പോക്കും വരവൊക്കെ തനിക്കറിയാലോ. ചിലപ്പോ നിങ്ങൾ രണ്ടാൾ മാത്രമായിരിക്കില്ല, മൂന്നാമതൊരാൾ കൂടി. ഓ ആ. വരട്ടെ. ആ. ഉണ്ണിമായക്ക് കവിഹൃദയമുണ്ടോ? ഹൃദയമുണ്ട്, ആ, കവിഹൃദയമല്ല. അലില വയറുള്ള ചാവല്യമ്മേ നിന്നെ അങ്ങനെയെന്ന് വിളിച്ചോട്ടെ ഞാൻ. ഓ, ഈ ഉണ്ണിയുടെ ഒരു തലവിധിയെ. ഇവിടെ ഉണ്ടല്ലോ രണ്ട് തടിച്ചുകൾ, അവറ്റകൾക്ക് അടുക്കളയ്ക്ക് എന്തെങ്കിലും ചെയ്താലെന്താ? കുട്ടി തന്നെ ഇങ്ങനെ ഒട്ടിക്കരുത്, കഷ്ടപ്പെടുന്ന കടുപ്പോൾ എന്റെ ഹൃദയം വേദന ദൂരമാവുകയാണ്. കണ്ണുനീർ തുള്ളി. ഇവിടെ ഉള്ള തടിച്ചുകളിൽ ഒന്ന് ദാസേട്ടന്റെ കെട്ടിയോള് തന്നെയല്ലേ? പറഞ്ഞൂടായിരുന്നോ അടുക്കള കയറി വല്ലതും ചെയ്യാൻ? ദാസേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. എന്ത് വിഷമം? കഷ്ടം. ഭർത്താവിന് ഭാര്യ അനുസരിക്കില്ലെന്ന് വെച്ചാ പിന്നെ എന്ത് ജീവിതമാ അല്ലേ? അയ്യോ, ഈ ചുമ എപ്പോഴും ഉണ്ടോ? അങ്ങനൊന്നുമില്ല, ബീഡി വലിക്കുമ്പോ ചുമയ്ക്കും, അത്രേ ഉള്ളൂ. സൂക്ഷിക്കണം. ചുമ കേട്ടിട്ട് TB ആണോ എന്നൊരു സംശയമുണ്ട്. ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ ചിലപ്പോ തട്ടിപ്പോയെന്ന് വരും. ഓ, ഭയപ്പെടുത്താതിരിക്കൂ. ദുർബലമാണ് എന്റെ ഹൃദയം. ബീഡിയും TBയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബീഡി വേറെ, TB വേറെ. ഒന്ന് അപ്പുറത്തേക്ക് പോയിക്കൂടെ? വീട് നാറ്റടിച്ചിട്ട് വയ്യ. വന്ന് എന്ന് വലിച്ചു കയറ്റി വേറെ ഒരു സ്ഥലവും കണ്ടില്ല. അമ്മേ! അയ്യോ, അമ്മ വിളിക്കരുത്. വേദന തിന്നും മനസ്സുമായി ഞാനിതാ പോകുന്നു പോകുന്നു ഉണ്ണിമേരിയെ ഉണ്ണിമായേ. വേദന തിന്നും നന്നായി എന്റെ പുറകെ വരിങ്ങനെ ആടിക്കൊഴിഞ്ഞു പുകയും വിട്ടോണ്ട്. ഓ, എത്ര പറഞ്ഞാലും നാണമില്ലാത്ത ഒരു ജന്തു.